കാരണം ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആയിട്ട് വരുന്നത് ഡയബറ്റിസ് ഉള്ളത്. വളരെ യങ് ഏജിൽ ഒരു 26-27 ഏജിൽ തന്നെ നല്ലോണം പേഷ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്. ഇതൊരു ഐസ്ബർഗ് ഫിനോമിനൻ ആണ്. കാരണം ഇത് മൂടിക്കെടുക്കാണ്. പല ആളുകളും അത് തിരിച്ചറിയുന്നില്ല. അത് കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജിലാവുമ്പോഴാണ് ആളുകൾ വരുന്നത്. ഓക്കെ, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസിനെ കുറിച്ചാണ്. ഡയബറ്റിസ് അഥവാ പ്രമേഹം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 1.5 കുറെ ടൈപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലെ കൂടുതൽ ആളുകളും അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകൾ കൂടുതലും 25 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. അപ്പൊ 25 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണയായി കാണുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ടൈപ്പ് 2 ഡയബറ്റീസ്? ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് കാരണം എന്തുകൊണ്ടാണ് വരുന്നത്? ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ എനർജി അല്ലെങ്കിൽ അത് ഗ്ലൂക്കോസ് നമ്മുടെ സെൽസിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഇൻസുലിൻ വഴിയാണ് സെൽസിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സെൽസിന് തിരിച്ചറിയാൻ പറ്റില്ല, ഇൻസുലിനെയും തിരിച്ചറിയാൻ പറ്റില്ല, ഗ്ലൂക്കോസിനെയും തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സങ്കല്പിക്കാം, ഒരു പോസ്റ്റ്മാൻ ആണ് ഇൻസുലിൻ എന്ന് വിചാരിക്കുക. ഇൻസുലിൻ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ലെറ്റർ ആണ് ഗ്ലൂക്കോസ് ആൻഡ് നിങ്ങളുടെ വീടാണ് സെല്ല്. അപ്പോൾ ഈ പോസ്റ്റ്മാൻ ഈ ലെറ്റർ ആയിട്ട് വീട്ടിൽ വന്ന് നമ്മൾ വാതിൽ തുറക്കണം. അപ്പൊ ഈ ഡയബറ്റിസ് ഉള്ളവർക്ക് ഈ ഇൻസുലിൻ ഗ്ലൂക്കോസും ആയിട്ട് വരുമ്പോഴത്തേക്കും ആ സെല്ല് തുറക്കില്ല. തുറക്കാത്തപ്പോ നമ്മൾക്ക് ഗ്ലൂക്കോസ് സെൽസിനകത്തോട്ട് കയറില്ല. കയറാത്തത് കൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യില്ല, എനർജി ഉണ്ടാവില്ല. അപ്പൊ പ്രമേഹത്തിൽ ആദ്യ സ്റ്റേജിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആൾക്കാര് ഭയങ്കര വിശപ്പായിരിക്കും. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡോ അവർക്ക് എനർജി കിട്ടുന്നില്ല. കാരണം ഗ്ലൂക്കോസ് സെല്ലിനകത്തോട്ട് കയറാത്തതുകൊണ്ട് അത് ബ്രേക്ക് ഡൗൺ ആവുന്നില്ല, എനർജി വരുന്നില്ല. അപ്പൊ അമിതമായ വിശപ്പും അമിതമായ ക്ഷീണവുമാണ് ആദ്യ ലക്ഷണങ്ങൾ പ്രമേഹത്തിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് എനിക്ക് പ്രമേഹമാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇനി ഏതൊക്കെ റിസ്ക് വിഭാഗത്തിൽ പെടുന്നവർക്കാണ് ഈ അസുഖം വരുന്നത് നോക്കാം. അപ്പം ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അമിതമായ വണ്ണമുള്ളവർ. അമിതമായ വണ്ണമുള്ളവർക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അത് ഡയബറ്റീസും അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ വണ്ണമുള്ളവർ ആദ്യമേ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി, നിങ്ങളുടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ബന്ധുക്കൾ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് ഡയബറ്റീസ് വരും എന്നുള്ളത്. അപ്പൊ അതിനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ പ്രമേഹം വരുന്നതിനേക്കാൾ മുന്നേ തടയുക. ഇപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പൊ അസുഖം വരുന്നതിനേക്കാൾ മുന്നേ തന്നെ അത് പ്രിവെന്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ അത് നേരത്തെ മനസ്സിൽ വെച്ചിട്ട് അതിനുള്ള അങ്ങനത്തെ ഭക്ഷണ രീതിയും വ്യായാമമൊക്കെ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഗർഭകാലത്ത് നിങ്ങൾക്ക് പ്രമേഹം വന്ന ഒരു മദർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രസവശേഷം ഒരു 10 വർഷത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ട് പ്രമേഹത്തിനുള്ള പ്രിക്കോഷൻ നേരത്തെ എടുത്തു തുടങ്ങാം. അതുപോലെ നിങ്ങളുടെ ബേബിയുടെ വെയിറ്റ് കൂടുതലുള്ള ബേബി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജീവിതശൈലി, നിങ്ങൾ കുറെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കുറിച്ചാണ്. പലർക്കും അറിയില്ല എന്താണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ ഡയബറ്റീസിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണ്. പ്രീ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് 5 വർഷം കൊണ്ട് തന്നെ നിങ്ങളൊരു പ്രമേഹ രോഗിയായി മാറും. അപ്പൊ അതെങ്ങനെ നമ്മളൊരു പ്രീ ഡയബറ്റിസ് കാറ്റഗറിയിലാണോ നമ്മൾ വരുന്നത് എന്ന് അറിയാനായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഉണ്ട്, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാം, HbA1c ടെസ്റ്റ് ചെയ്യാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള ബ്ലഡ് ഷുഗർ നോക്കലാണ്. അതൊരു 100-125 ഇടയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രീ ഡയബറ്റിസ് റേഞ്ചിൽ റിസ്കിൽ പെടുന്ന ആളാണ് നിങ്ങൾ. ഇനി ഭക്ഷണ ശേഷം നോക്കുന്ന 2 മണിക്കൂർ ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കുന്ന ബ്ലഡ് ഷുഗർ 140-149 ഉള്ളിലാണെങ്കിൽ നിങ്ങൾ ഈ പ്രീ ഡയബറ്റിസ് കാറ്റഗറിയിൽ വരുന്നതും, അതുപോലെ HbA1c 5.7ന്റെയും 6.4ന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിസിലുള്ളവർ. നമുക്കിത് നോർമൽ ആണെന്ന് തോന്നും ഈ വാല്യൂസ് ഒക്കെ, പക്ഷെ ഇതൊക്കെ റിസ്ക് വാല്യൂസ് ആണ്. ഈ വാല്യൂസ് ഉള്ളവര് 5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് പ്രീ ഡയബറ്റിസ്. ഇനി എന്താണ് നോർമൽ റേഞ്ച് എന്ന് നമുക്ക് അറിയണം. നോർമൽ റേഞ്ചിലെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെസ് ദാൻ 100, 100 താഴെ ആയിരിക്കണം. 2 മണിക്കൂറിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ 140 താഴെ ആയിരിക്കണം. റാൻഡം ബ്ലഡ് ഷുഗർ, അതായത് നിങ്ങൾ
വെറുതെ ഒരു ചെക്കപ്പിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഗ്ലൂക്കോമീറ്ററിൽ നോക്കുമ്പോൾ റാൻഡം ബ്ലഡ് ഷുഗർ 200 താഴെ വരികയാണെങ്കിൽ നിങ്ങൾ നോർമൽ തന്നെയാണ്. പിന്നെ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതിൽ നമുക്ക് കൃത്രിമങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങളുടെ 3 മാസത്തെ ബ്ലഡ് ഷുഗർ ലെവലാണ് HbA1cയിൽ വരുന്നത്. അപ്പൊ നോർമൽ എന്ന് പറഞ്ഞാൽ 5.6 താഴെയാണ് വരേണ്ടത്. അത്രയും പെർസെന്റേജ് താഴെയായിരിക്കും. ചില ആളുകൾ ഞാൻ കണ്ടിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ രാവിലെ അവര് രാവിലത്തെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാനായിട്ട് വരുമ്പോൾ അവര് തലേദിവസം രാത്രിത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് വരുന്നവരുണ്ട്. അപ്പൊ നമുക്ക് രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ വാല്യൂസ് കുറഞ്ഞ നോർമൽ റേഞ്ചിൽ തന്നെയാണ് നമുക്ക് വരിക. അതുപോലെ തന്നെ ഭക്ഷണശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചില ആളുകൾ 2 ഗുളിക കഴിക്കും, അല്ലെങ്കിൽ പതിവിൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ കുറച്ച് എമൗണ്ട് കഴിക്കും. അപ്പോഴൊക്കെ നമുക്ക് വാല്യൂസിൽ വ്യത്യാസങ്ങൾ വരുത്താലോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതശൈലി അതുപോലെ തന്നെ കൊണ്ടുപോകാം. സ്ലൈഡ് മാറ്റാണ്. ഇതാണ് നോർമൽ റേഞ്ച് ഞാനിപ്പോ തന്നെ പറഞ്ഞത്. FBS 2 hour വാല്യൂ, അതാണ് PPDS, RBS ആൻഡ് HbA1c. ഇനി രോഗലക്ഷണങ്ങൾ. ഇപ്പൊ രോഗലക്ഷണങ്ങൾ എന്താണ്? പോളിയൂറിയ, അതല്ലെങ്കിൽ അമിതമായ ദാഹം. അവർക്ക് അമിതമായിട്ട് നിങ്ങൾക്ക് ദാഹവും ക്ഷീണമൊക്കെ വരുന്നത് പോളിയൂറിയ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും ഇതൊക്കെ ധാരാളമായി നഷ്ടപ്പെടും. അതായത് ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് ധാരാളമായി അവർ വിയർക്കുകയും ചെയ്യും. അവർ ധാരാളമായി അവരുടെ ശരീരത്തിൽ നിന്ന് മൂത്രം പുറത്തേക്ക് പോകും. അപ്പൊ അവർക്ക് ആ ബോഡിയിൽ ഡീഹൈഡ്രേറ്റഡ് ആയി പോകുന്നത് കൊണ്ട് അവർക്ക് അമിതമായ ദാഹം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂക്കോസ് സെല്ലിനകത്തേക്ക് കയറുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എനർജി ഇല്ല. അതുകൊണ്ട് അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും. ബോഡി ഇങ്ങനെ വിശന്ന് കുറെ ഗ്ലൂക്കോസ് ഫുഡ് അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കും. പക്ഷെ എന്നാലും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആവുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അവർക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എപ്പോഴും വിശപ്പായിരിക്കും. പിന്നെ വായൊക്കെ എപ്പോഴും വരണ്ടിയിരിക്കും. നല്ല ക്ഷീണം തോന്നും അവർക്ക്. പിന്നെ സാധാരണ ആളുകളെക്കാളും മുറിവ് ഉണങ്ങാനായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സമയമെടുക്കും. നമ്മൾ സാധാരണ ഒരു വടിയൊക്കെ തട്ടി അങ്ങനെ സാധാരണ ഒരാൾക്ക് മുറിവ് ഉണങ്ങാൻ ഒരാഴ്ച മതി. പക്ഷെ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് സാധാരണ ആളുകൾക്ക് 2 ആഴ്ചയോ 3 ആഴ്ചയോ അത് പഴുത്ത് തുടങ്ങുക, അതിൽ ഇൻഫെക്ഷൻ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വണ്ണം കുറയുക. ഡയബറ്റീസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നല്ല വണ്ണമുള്ള ആളുകളായിരിക്കും. പക്ഷെ ഡയബറ്റീസ് വന്നതിന് ശേഷം നിങ്ങളുടെ തടി പെട്ടെന്ന് കുറഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തില് ഗ്ലൂക്കോസിന് എനർജി ആയിട്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആക്കി ഉണ്ടാക്കും. അപ്പൊ നമുക്ക് നല്ല മസിൽസിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ഉള്ളത്. അപ്പൊ ആ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതായിരിക്കും നമ്മുടെ എനർജി ആയിട്ട് പിന്നീട് സപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ മസിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ശോഷിച്ചു പോകാൻ സാധ്യത, അങ്ങനത്തെ ഒരു ഇത് കാണുന്നതില്. അതുപോലെ തന്നെ കാഴ്ച മങ്ങുക വളരെ ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള ആളുകൾക്ക് കാണുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പറയത്തക്ക സിംറ്റംസ് ഒന്നും ആദ്യമേ തന്നെ കാണിക്കില്ല. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ നമുക്ക് കാഴ്ച മങ്ങുന്നത് പോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ നിങ്ങൾ കയറ്റം കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് ഉണ്ടോ. ഈ ഒരു ഫാക്ടർ മാത്രമല്ല, ബാക്കി എല്ലാ ലക്ഷണങ്ങളും കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഡയബറ്റീസ് ആണോ എന്നുള്ളത് മനസ്സിൽ വെക്കേണ്ടതാണ്. ഇനി എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ ഇതിൽ കഴിക്കാന്നുള്ളത് പല ആളുകളും ഒപിയിലൊക്കെ വരുമ്പോൾ ചോദിക്കുന്നതാണ്. ഡോക്ടർ, ഇൻസുലിൻ ആണോ നല്ലത് അതോ മരുന്നാണോ നല്ലത് എന്ന് ചോദിക്കും. എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും മരുന്നുകളിൽ വേണം കൺട്രോൾ ചെയ്യാനായിട്ട്. ഗുളികകളിൽ വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഗുളികകളിൽ കൺട്രോൾ ചെയ്യാതെ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് 2 ദിവസത്തിനകത്ത് നമുക്ക് ഷുഗർ കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഇൻസുലിൻ പറയാം. അപ്പൊ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഗുളികകളിൽ നിൽക്കാൻ പറ്റുന്ന ഷുഗർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര പ്രമേഹം ഇല്ല എന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പൊ ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിൽ കൃത്യമായിട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ പ്രായമായ ആളുകളൊക്കെ ഉള്ള വീട്ടില് പല ആളുകളും ഇൻസുലിൻ കൃത്യമായ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യാത്തത് കൊണ്ട് ശരീരത്തിൽ എത്തില്ല. ഇത് നല്ല തടിയുള്ള ആളുകളാണെങ്കിൽ ഒരു 90 ഡിഗ്രീസിൽ നീഡിൽ വെച്ചിട്ട് വേണം ഇൻസുലിൻ കയറ്റാനായിട്ട്. അത്ര തടിയില്ലാത്ത ആളുകളാണെങ്കിൽ 45 ഡിഗ്രി, അതായത് സബ്ക്യൂട്ടേനിയസ് ആണ് ഈ ഇൻസുലിൻ കയറേണ്ട. നമുക്ക് ഇൻട്രാഡെർമൽ ഉണ്ട്, ഇൻട്രാമസ്കുലാർ ഉണ്ട്, അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് ഉണ്ട്. അതിൽ ഈ രണ്ടാമത്തെ വഴി സബ്ക്യൂട്ടേനിയസ് വഴിയാണ് നമുക്ക് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറേണ്ടത്. അപ്പൊ അത്ര 90 ഡിഗ്രിയിൽ വെക്കാനും പാടില്ല, അത്ര കുറഞ്ഞു പോകാനും പാടില്ല.
ഒരു 45 ഡിഗ്രിയാണ് സാധാരണ വെക്കുന്നത്. അപ്പൊ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടത്, എത്ര എമൗണ്ട് ആണ് എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യാം. കാരണം പല ആളുകളും ഇത് ശ്രദ്ധിക്കാതെ പിന്നെ നമുക്ക് അവർ ഈ റിസൾട്ട് ഒക്കെ കൊണ്ടുവരുമ്പോൾ വളരെയധികം വ്യതിയാനങ്ങൾ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസുലിൻ വെക്കുന്നതിന് പ്രത്യേകം അത് ശ്രദ്ധയിൽപ്പെടുത്തുക. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഡയബറ്റിസ് ഉള്ളവർക്ക് ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഡയബറ്റിക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി ആൻഡ് റെറ്റിനോപ്പതി. ആദ്യം തന്നെ കാണിക്കുന്ന സിംറ്റം ആണ് ഡയബറ്റിക് ന്യൂറോപ്പതി. കാലുകളിലാണ് ആദ്യമായിട്ട് പ്രമേഹം എഫക്ട് ചെയ്യുക. കാലുകളിൽ അവര് കാല് കറുത്തു പോവുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സെൻസേഷൻസ്, ആൾക്കാർ തൊടുന്നതൊന്നും ചിലപ്പോൾ അറിയാം, തൊടുന്നത് അറിയാമെങ്കിലും ഇപ്പൊ ഉറുമ്പ് കടിക്കുക, അതുപോലെ തന്നെ കൊതു കടിക്കുന്നതൊന്നും ചിലപ്പോൾ ചിലർ തിരിച്ചറിയാറില്ല. അതുപോലെ കല്ല് കയറുന്നതും ഇതൊന്നും ആൾക്കാർ തിരിച്ചറിയില്ല, കാരണം അവർക്ക് ആ സെൻസേഷൻ കുറഞ്ഞു പോകാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഡയബറ്റിസ് കാലുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോസെല്ലാർ റബ്ബർ ടൈപ്പ് ചെരുപ്പുകളുണ്ട്. അത് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങി അങ്ങനത്തെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഷൂസ് ഇടാം. അപ്പൊ നമ്മുടെ കാലിൽ കല്ല് കയറലോ അതുവഴി പൊട്ടൽ സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമതായിട്ട് വരുന്നതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. കണ്ണുകളിലാണ് എഫക്ട് ചെയ്യുന്നത്. കണ്ണുകളിൽ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസമാണ് നമുക്ക് കാഴ്ച മങ്ങുന്നത് പോലെയൊക്കെ തോന്നി തുടങ്ങുക. അപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ലേറ്റ് സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വർഷാനുവലി ഒരു 20 വർഷമായിട്ട് ഷുഗർ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എല്ലാ അവസാനം ആനുവലി പോയിട്ട് കണ്ണ് ചെക്ക് ചെയ്യുക. കണ്ണ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ സാധ്യതയുണ്ടോ, അതോ ഇത് ഏതൊരു സ്റ്റേജിലാണെന്ന് അറിയാൻ പറ്റും. ലാസ്റ്റ് എഫക്ട് ചെയ്യുന്ന ഓർഗൻ ആണ് നിങ്ങളുടെ കിഡ്നി, അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഡയബറ്റിക് നെഫ്രോപ്പതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ ക്രിയാറ്റിന്റെ വാല്യൂസിൽ വ്യതിയാനം വരുമ്പോഴാണ് അത് കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ ക്രിയാറ്റിൻ വാല്യൂസിൽ വ്യതിയാനം വരുന്നത് വളരെ ലേറ്റ് സ്റ്റേജിലാണ്. ഇത് ഏർലി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്, യൂറിൻ റുട്ടീൻ. യൂറിൻ റുട്ടീനിൽ ചെയ്യുമ്പോൾ യൂറിനിൽ എത്ര ആൽബുമിൻ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കിഡ്നീനെ എഫക്ട് ചെയ്തിട്ടുണ്ടോന്ന്. ആ യൂറിൻ റുട്ടീനിൽ ആൽബുമിൻ ഒരുപാട് യൂറിനിൽ കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ കിഡ്നീനെ ഭാവിയിൽ തന്നെ അത് എഫക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആൽബുമിൻ അധികം പോവാതിരിക്കാനുള്ള മരുന്നുകളും അതിന് സപ്ലിമെന്റും നമുക്ക് ചെയ്യാവുന്നതാണ്. യൂറിൻ റുട്ടീൻ അധികം എക്സ്പെൻസീവ് ആയിട്ടൊരു ടെസ്റ്റ് അല്ല, വളരെ ചെറിയ എമൗണ്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ആണ്. അപ്പൊ അതും നിങ്ങൾ മാസം ചെക്ക് ചെയ്യുന്ന സമയത്ത് യൂറിൻ റുട്ടീൻ കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ ടെസ്റ്റുകൾ മെയിൻ ആയിട്ട് ഒരു ഡയബറ്റിസ് രോഗി എല്ലാ മാസവും ചെയ്യേണ്ട ടെസ്റ്റ് FBS ഉം PTBS ആണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഭക്ഷണശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ടെസ്റ്റും. പിന്നെ 3 മാസം കൂടുമ്പോൾ ചെയ്യേണ്ടതാണ് HbA1c, അതുപോലെ തന്നെ യൂറിൻ റുട്ടീൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള 4 ടെസ്റ്റ്. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി എങ്ങനെ പ്രിവെന്റ് ചെയ്യും, എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, നിങ്ങളുടെ ജീവിത രീതിയാണ് നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, നല്ല ഉറക്കം വരിക. അപ്പൊ ഭക്ഷണ രീതി എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഡയബറ്റീസ് രോഗികൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോ എല്ലാ ഭക്ഷണവും ഒരു നേരം കഴിക്കാതെ സ്പ്ലിറ്റ് ചെയ്താണ് നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ എല്ലാ ദിവസവും ഒരു വ്യക്തി 8 മണിക്ക്, അവർക്ക് 8 മണിക്ക് ഒരു സമയം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും 8 മണിക്ക് തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഡയബറ്റിസ് രോഗികൾ സാധാരണ രോഗികളെ പോലെ സാധാരണ ആളുകളെ പോലെ അല്ല, സമയ വ്യതിയാനം അവരുടെ ഹോർമോൺ ലെവൽസിനെ ഒരുപാട് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ കൃത്യമായിട്ടൊരു ഡയറ്റ്, ഇന്നും ഒരേ സമയം 8 മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രി 7 മണിക്ക് രാത്രിക്കുള്ള ഭക്ഷണം, അങ്ങനെ കഴിക്കാനായിട്ട് ശീലിക്കുക. ഫിക്സഡ് ടൈം എപ്പോഴും കൊണ്ടുപോകാന്നുള്ളതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണയായിട്ട് കഴിക്കുന്ന ദോശ, ഇഡലി, ഗോതമ്പ് പുട്ട്, ഉപ്മാവ് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചോറ് കഴിക്കാം. ചോറ് കഴിക്കുമ്പോൾ ഒരു നേരം മാത്രമേ ചോറ് കഴിക്കാൻ പാടുള്ളൂ, അധികം ചോറ് കഴിക്കരുത്. ചോറ് കഴിക്കുമ്പോൾ ഒരു ബൗളില് ചോറിനേക്കാൾ അധികം കറി എന്നാണ് നമ്മൾ പറയാ. അതായത് ഈ ചെറുപയർ പോലെയൊക്കെയുള്ള നല്ല വെജിറ്റബിൾസ്, പൾസസ്, അതുപോലെ തന്നെ അവിയൽ, അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ ഒരു ബൗളിലായിട്ട് വേണം അവർക്ക് കൊടുക്കാനായിട്ട്. രാത്രി നിങ്ങൾക്ക് ഗോതമ്പക്കറിയോ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഒരു നേരം ചോറ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചോറാണ്. അപ്പൊ 3 നേരം ചോറ് ഉള്ളതിലേക്ക് ഒഴിവാക്കാം. പിന്നെ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ നല്ല പഴുത്ത പഴം, പഴുത്ത ചക്ക, അതുപോലെ തന്നെ പഴുത്ത മാങ്ങ, ഇതൊക്കെ നല്ല അധികം കഴിക്കരുത്. നമ്മളൊരു കൊതി തോന്നുമ്പോൾ ഒരു 1 2 കഷ്ണം കഴിക്കാന്നല്ലാതെ
അങ്ങനെ കഴിക്കരുത്. ഇപ്പൊ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഇവർക്ക് കഴിക്കാൻ പറ്റുന്നത് വെച്ചാൽ പേരയ്ക്ക നല്ലതാണ്, അനാർ നല്ലതാണ്, ആപ്പിൾ നല്ലതാണ്. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം, പക്ഷെ കൊതി തോന്നുന്നത് അത്രയും പഴുത്ത് ഇതൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉറക്കം, കൃത്യസമയത്തുള്ള ഉറക്കം, ഒരു റുട്ടീൻ അതെന്തായാലും വെക്കണം. അതുപോലെ തന്നെ വ്യായാമം, എന്തെങ്കിലുമൊക്കെ ജിമ്മിൽ പോയി പണിയെടുക്കണം എന്നല്ല പറയുന്നത്, വർക്ക്ഔട്ട് ചെയ്യേണ്ട അങ്ങനത്തെ അല്ല, വീട്ടിലെ പണികളായാലും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ നടക്കാൻ ശ്രമിക്കുക, നിങ്ങൾ സുംബ ചെയ്യുക, യോഗ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ടും പ്രമേഹം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രമേഹം വന്നു കഴിഞ്ഞാൽ അയ്യോ എന്നുള്ള ഒരു ആ ഫീലിംഗ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. നമ്മുടെ ലൈഫിന്റെ സ്റ്റൈൽ മാറ്റിയാൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്കിതൊന്ന് കുറച്ചൊക്കെ അവയർനെസ് കിട്ടി, കുറച്ചൊക്കെ ബോധവൽക്കരണം നടത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ചെറിയ ഡൗട്ട് എൻ്റെ സൈഡിൽ നിന്നുണ്ട്. എൻ്റെ പേര് രാഹുൽ എന്നാണ്. അത് ഒരു പരിധി ഇപ്പം മരുന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഗുളിക കഴിച്ചു ശേഷം ഇൻസുലിൻ എത്തും. അപ്പോൾ ഒരു 80s അല്ലെങ്കിൽ 70s അടുക്കും തോറും ഈ പ്രമേഹ രോഗി ഒരുപാട് മരുന്ന് കഴിച്ച് കൺസപ്ഷൻ ചെയ്ത് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ. ഈ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? മരുന്നുകൾ എന്തായാലും നമുക്ക് ഡയബറ്റിസ് വരുന്നത് തന്നെ നമ്മുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞ പോലെ റിറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി ഉണ്ട്. അപ്പോ അത്ര വലിയ ഓർഗൻ ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാനാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അതിന് മരുന്ന് ഒരുപാട് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരും. നമ്മളിത് കൺട്രോൾഡ് പോവാണെങ്കിൽ നമുക്ക് 2 ഗുളികകളൊക്കെ ഉണ്ടാവുള്ളൂ ഷുഗറിന് കഴിക്കാനായിട്ട്. രാവിലെ രാത്രി ഒരു ഗുളിക ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി അധികമാണെങ്കിൽ നമ്മൾ ഒരു ഗുളികയും കൂടി ആഡ് ചെയ്യും, അതും കഴിക്കും. ഗ്ലിമിപ്രൈഡ് എന്നാണ് അതിന്റെ പേര്. ആദ്യത്തെ ഇതിലേക്ക് നമ്മൾ മെറ്റ്ഫോർമിൻ കൊടുക്കും. അതിൽ നോർമൽ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലിമിപ്രൈഡ്, ഗ്ലൈസിപ്പേജ് അങ്ങനത്തെ ഡ്രഗ്സ് നമ്മൾ ആഡ് ചെയ്യും. എന്തായാലും ഒരു 2 തരം ഡ്രഗ്, ഇപ്പൊ കോമ്പിനേഷൻ ഡ്രഗുകളൊക്കെ അവൈലബിൾ ആവുന്നത് കൊണ്ട് നമുക്ക് 4-5 ഡ്രഗ് ഒന്നും ഇല്ല നമ്മൾ ഡയബറ്റീസിന് കൊടുക്കുന്നത്. മാക്സിമം നമുക്ക് ഒരു ഗുളികയിൽ തന്നെ 2 ഗുളികയുടെ കോമ്പിനേഷനും കിട്ടുന്നത് കൊണ്ട് നമുക്ക് 2 ഗുളികയിലേക്ക് നിർത്താം. ഈ ഒരു 2 ഗുളിക കഴിച്ചത് കൊണ്ട് കിഡ്നിക്ക് കേട് വരില്ല, മറിച്ച് ഇത് കഴിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കിഡ്നി ഫെയിൽ ആകുന്നത്. അതുകൊണ്ട് ഗുളികകളെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ മാക്സിമം പ്രമേഹം ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ വേണ്ട കെയർ എടുക്കുക, മരുന്ന് എടുക്കുക എന്നുള്ളതും, അതേപോലെ പ്രമേഹം വരാതിരിക്കാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഈ പ്രായത്തിൽ തന്നെ, പ്രായത്തിൽ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ള 2 കാര്യങ്ങളാണ് അപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് അല്ലേ? ഓക്കെ. ഇപ്പം ജസ്റ്റ് ഒരു വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആണെങ്കിൽ അവരെ സംബന്ധിച്ചോളം വർക്കിനിടയിൽ ഇപ്പോൾ 8-9 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ത്രൂ ഔട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ളവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നിങ്ങളൊരു റുട്ടീൻ നിങ്ങൾ കീപ്പപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് 8 മണിക്കാണ് നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 7 മണിക്ക് എണീക്കാതെ നിങ്ങൾ 6 മണിക്ക് എണീറ്റ് തന്നെ നിങ്ങൾക്ക് ഉള്ള റുട്ടീൻസ്, അതായത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് ഫുഡ് കഴിച്ച് നിങ്ങൾ 8 മണിക്ക് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ നമ്മുടെ റുട്ടീൻ കറക്റ്റ് ആക്കിയിരിക്കണം. പിന്നെ ഒരു ലഞ്ച് ബ്രേക്കിന് കൃത്യം നിങ്ങൾക്ക് 1 മണി to 2ന്റെ ഉള്ളിലാണെങ്കിൽ ഒരു 1:30 ആകുമ്പോൾ ബ്രേക്ക് എടുത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം എഗെയിൻ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലാബ്. ആൻഡ് അത് കഴിഞ്ഞാൽ 4 മണിക്കൊക്കെ കഴിയുന്നതാണ് എൻ്റെ ഒരു അറിവ്. 4 മണി 5 മണിക്കൊക്കെ എനിക്കറിയില്ല, അത്രയും സമയമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളൊരു ഒരു വാക്കിനോ അല്ലെങ്കിൽ റണ്ണിങ്ങോ എന്തെങ്കിലും ചെയ്യാം വീട്ടിൽ തന്നെ. പക്ഷെ അത് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ആയിട്ട് വരുന്നത് ഡയബറ്റിസ് ഉള്ളത്. വളരെ യങ് ഏജിൽ, ഒരു 26-27 ഏജിൽ തന്നെ നല്ലോണം പേഷ്യൻസ് ഇപ്പൊ വരുന്നുണ്ട്. ഇതൊരു ഐസ്ബർഗ് ഫിനോമിനൻ ആണ്. കാരണം ഇത് മൂടിക്കെടുക്കാണ്. പല ആളുകളും അത് തിരിച്ചറിയുന്നില്ല. അത് കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജിലാവുമ്പോഴാണ് ആളുകൾ വരുന്നത്. അപ്പൊ അത് തടയാനായിട്ട് മെയിനായിട്ടും വർക്ക്ഔട്ട് ചെയ്യാനാണ്. എല്ലാ ഹോർമോണൽ അസുഖത്തിന്റെയും ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ആണ്. എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം അസുഖങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇതുപോലെ മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, അതായത് പ്രമേഹം ഐഡന്റിഫൈ ചെയ്തു, അപ്പോൾ എങ്ങനെയാണ് ഡോക്ടറിനെ കണ്ടെത്തുക, അതിനടുത്തുള്ള ഒരു ഡോക്ടറിന് എങ്ങനെ കറക്റ്റ് കെയർ എങ്ങനെ കിട്ടും എന്നുള്ളത്
ഒരു പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലായി, ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ ചെയ്തിട്ട് മനസ്സിലായി, ശേഷം എടുക്കേണ്ട സ്റ്റെപ്പ് എന്താണെന്നുള്ളത്? ശേഷം എടുക്കാൻ നിങ്ങൾ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണ് കാണിക്കേണ്ടത്. കുറച്ചും കൂടി ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡീൽ ചെയ്യാവുന്ന അസുഖമാണ് ഡയബറ്റിസ്. നിങ്ങളൊരു ഡയബറ്റിസ് കുറച്ച് മൂർജിച്ച അവസ്ഥയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊരു ജനറൽ മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി എൻഡോക്രൈനോളജിസ്റ്റ് വിഭാഗമുണ്ട്, ആ വിഭാഗത്തിലും കാണിക്കാം. ഇതൊന്നും അല്ലെങ്കിലും MBBS കഴിഞ്ഞ ഒരാൾക്ക് ഡയബറ്റീസിനെ ഡീൽ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി ഞാൻ പറഞ്ഞല്ലോ, അതുപോലെയൊക്കെയുള്ള ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ എന്തായാലും ജനറൽ മെഡിസിൻ വിഭാഗം കാണിക്കുന്നത് തന്നെ ഏറ്റവും നല്ലത് ഫോളോ അപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡോക്ടർ നവമി ആക്ച്വലി ഇത്രയും നേരം ഒരുപാട് അവിടെ തിരക്കുണ്ടെന്ന് അറിയാം. നമുക്ക് വേണ്ടി സൺഡേ 8 മണി എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്ന തിരക്കുകൾ. അപ്പോൾ അതിനിടയിൽ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ നന്ദി, എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ നവമി പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് പ്രമേഹം. അപ്പോൾ അതൊരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് ഒരു മരുന്ന് കൊണ്ട് കഴിക്കാൻ തീരുന്നതല്ല. ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ചിട്ടയും ശീലങ്ങളും എല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നാണ് സ്വാസ് എന്ന കമ്മ്യൂണിറ്റി പരമായി നമ്മളും വിഷൻ ചെയ്യുന്നത്. അതായത് ജീവിതശൈലി രോഗങ്ങൾ വെറുതെ ഒരു വ്യായാമം മാത്രമായി ഒതുങ്ങാതെ ജീവിതത്തെ മെച്ചപ്പെട്ട രീതിയിൽ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ എല്ലാവിധ ചർച്ചകളായിക്കോട്ടെ, ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ടോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻറ്റ്സ് പരമായിട്ടും ഈ രീതിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. അപ്പോൾ എല്ലാവർക്കും, ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു ഓൾ. ഇനി മറ്റുള്ള എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി പുതിയ സെഷൻ എന്തെങ്കിലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു. താങ്ക് യു എവ്രിവൺ. താങ്ക് യു സോ മച്ച്. സ്വാസിനും എന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. ഇങ്ങനൊരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ ഗൂഗിൾ പ്ലാറ്റ്ഫോംസ് വഴിയാണ്. നമ്മൾ ഹോസ്പിറ്റലായാലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റാറുള്ളൂ. പക്ഷെ ഇതുപോലെ മീറ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആളുകൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കേൾക്കാം. ഒരുവിധം എല്ലാവർക്കും ഡയബറ്റീസിനെ കുറിച്ച് അറിയാം, പക്ഷെ എന്നാലും പലപ്പോഴും നമ്മൾ OP-യിൽ കാണുന്നത് ഇതിനെക്കുറിച്ച് ഒന്നും അധികം ശ്രദ്ധിക്കാതെയാണ്. സാരില്ല, പ്രമേഹം അല്ലേ എന്ന് കാണുന്ന ഒരു പ്രവണത ആളുകളിൽ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു. അപ്പോൾ ശരി, വീണ്ടും നമുക്കൊരു മറ്റൊരു ടോക്ക് ഷോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.